ഹലോ, മനോഹരമായ ഒരുപിടി കാഴ്ചകൾക്കപ്പുറം കൗതുകമുണർത്തുന്ന ഒട്ടേറെ കാര്യങ്ങളുള്ള ഒരു സ്ഥലം. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പാർക്കിങ്ങിന് അത്യാവശ്യ സ്ഥലം ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോകാം. സമയം 4 മണിയോടടുത്തെങ്കിലും അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഐസ്ക്രീമോ ചായയോ കുടിച്ചിട്ട് പോകാം. ഞങ്ങൾ ഇരിക്കുന്നത് വഴിയിടം എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പിടവും നല്ലതാണ് കേട്ടോ. നല്ല വ്യൂ പോയിന്റ് ആണ്. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്ന മണൽക്കൂനകൾ. ഒരു മരുഭൂമിയിലൂടെ നടക്കുന്ന ഫീലിംഗ് ആണ് ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്. ഇതിന്റെ മുകളിൽ മറ്റൊരു വ്യൂ പോയിന്റ് ആണ് വാമനപുരം പുഴ, കഠിനംകുളം കായൽ വഴി കടലിൽ പതിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. കടലും കായലും ചേരുന്ന മനോഹരമായ ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടി പുലിമുട്ടുകൾ നിറഞ്ഞ ഒരു റോഡും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വശങ്ങളിൽ നിരവധി പേർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ ഈ റോഡ് അവസാനിക്കുന്നിടത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് ഞങ്ങൾ നിരവധി ബീച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിലും കാഴ്ചകൾ സമ്പന്നമായ ഇതിന്റെ തട്ട് ഒന്ന് താണു തന്നെ ഇരിക്കും. എത്ര നീന്തൽ അറിയാവുന്നവന് രക്ഷയില്ല. ഇവിടെ വീണ അവിടുന്ന് താഴെ പോലെ കടലിന്റെ നടുക്കെത്തി. മണലടിഞ്ഞുകൂടി വള്ളങ്ങൾ മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനു വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 26 കിലോമീറ്റർ മാറി ചിറയൻകീഴിലാണ് ഈ മുതലപ്പുഴ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. മുതലപ്പുഴ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ മുതലയുണ്ടോ എന്ന സംശയം ആർക്കും ഉണ്ടാകാം. പണ്ട് മുതലകൾ ഉണ്ടായിരുന്നെന്നും അവ ആളുകളെ ആക്രമിച്ചിരുന്നെന്നും കേട്ടുകേൾവിയുണ്ട്. ഈ കാഴ്ചകളും കണ്ട് നമുക്കിനി ബീച്ചിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇന്ന് മുതലപ്പുഴ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വരെ വരത്തില്ല തരാം. കോവളം, വർക്കല ബീച്ചുകൾ പോലെ ഇറങ്ങി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ബീച്ചല്ല ഇത്. അവധി ദിനങ്ങൾ ആസ്വദിക്കാൻ വരുന്നവർ അവരവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുത്തു വേണം ഇവിടെ ഇറങ്ങാൻ. ഇനി മറ്റൊരു സ്ഥലത്തെ മനോഹര കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.